നമസ്കാരം. ഇന്ന് ഞാനിവിടെ പ്രവചിക്കുന്നത് പൂരാടം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർക്ക് ഈ കുംഭമാസത്തിലെ ഫലങ്ങളാണ്, ജ്യോതിഷ ഫലങ്ങളാണ് പ്രവചിക്കുന്നത്. 13/2/2025 മുതൽ 14/3/2025 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ്. വ്യോമയാന മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അത് ഏത് കാറ്റഗറിയിൽ ജോലി ചെയ്യുന്നവരായിരുന്നാലും സാമ്പത്തികമായും തസ്തിക മാറ്റം വഴിയും ഏറെ ഗുണങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാം. വ്യവസായം ചെയ്യുന്നവർക്ക് ഏറെ ഗുണങ്ങൾ പ്രതീക്ഷിക്കാം. ഫാക്ടറികൾ, കമ്പനികൾ, മറ്റു വ്യവസായങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന തോട്ടം നടത്തുന്നവർ എല്ലാവർക്കും വളരെയധികം ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു മാസമാണ്. ഷിപ്പിംഗ് വ്യവസായം നടത്തുന്നവർക്ക് പ്രത്യക്ഷമായോ പരോക്ഷമായോ ഇതിൽ പങ്കാളികളാകുന്നവർക്കും വളരെയധികം ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു മാസമാണ്. വിനോദസഞ്ചാരമോ അതുവഴി ബന്ധപ്പെട്ട മേഖലയിലോ ജോലി ചെയ്യുന്നവർക്ക്, അതിൻ്റെ സംരംഭങ്ങൾക്കോ ഗൈഡുകൾക്കോ അതിൻ്റെ സംവിധാനം നടത്തി അതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്കോ എല്ലാവർക്കും വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ഈ മാസം. ടെലിവിഷൻ സംപ്രേഷണം ചെയ്യുന്നവർക്കും അതുമായി ഉള്ള വർക്ക് ചെയ്യുന്നവർക്കും ഏറെ ഗുണങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ കേബിൾ TV സംരംഭകർക്കും ഏറെ ഗുണങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു മാസമാണ്. എഴുത്തിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, അതായത് സാഹിത്യകാരന്മാർ, തിരക്കഥാകൃത്തുകൾ, ആത്മകഥ എഴുതുന്നവർ, ആത്മീയപരമായിട്ടുള്ള കഥകൾ എഴുതുന്നവർ, പൈങ്കിളി സാഹിത്യം എഴുതുന്നവർ, മന്ത്രവാദ കഥകൾ എഴുതുന്നവർ, കോമഡി കഥകൾ എല്ലാവർക്കും വളരെ ഗുണം കിട്ടുന്ന ഒരു സമയമാണിത്, ഈ കുംഭമാസം. സമ്പാദകർക്കും ധാരാളം സമ്പാദിക്കാനുള്ള അവസരങ്ങൾ അവർക്ക് ലഭിക്കുന്നു. അതുമൂലം ധനവും ലഭിക്കുന്നു. പാർസൽ സർവീസുകൾ നടത്തുന്നവർ, കൊറിയർ സർവീസുകൾ നടത്തുന്നവർക്കും അതിൻ്റെ ഏജൻറ്റന്മാർക്കും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും സാമ്പത്തിക ലാഭങ്ങൾ പ്രതീക്ഷിക്കാം. പല കാര്യങ്ങളും ലാഭം നിങ്ങൾക്ക് നൽകുന്നു. സൗഖ്യവും ഗുണവും ധനലാഭവും ലഭിക്കുന്നു. പല വിലപിടിപ്പുള്ള വസ്തുക്കളും സമ്മാനമായി ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്, വസ്ത്രങ്ങൾ ഉൾപ്പെടെ. ആടുമാട് വളർത്തൽ വഴിയും ധനലാഭം പ്രതീക്ഷിക്കാം. പൊതുവെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഗുണകരങ്ങൾ ലഭിക്കുന്ന ഒരു മാസമാണ് ഈ പൂരാട നക്ഷത്രക്കാർക്ക്. ഇനി ഞാൻ പറയാൻ പോകുന്നത് മോശഫലങ്ങളെക്കുറിച്ചാണ്. മനസ്സിന് ദുഃഖവും മനോവ്യാധിയും വരുന്നതിനുള്ള സാധ്യത കാണുന്നു. ദമ്പതിമാർ തമ്മിൽ പരാതിപ്പെട്ട്, അതായത് പല പരാതികളിൽ അവർക്ക് പരസ്പരം ബുദ്ധിമുട്ടായി കേസ് നടത്താൻ ഒരു സാഹചര്യം കാണുന്നു. അശ്രദ്ധ മൂലം ദേഹോപദ്രവം ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. മോശം അവസ്ഥ വരാനുള്ള സാധ്യതയുണ്ട് ശരീരത്തിന്. വാക്ക് തർക്കം, അതിർത്തി തർക്കം, അതുമൂലമുണ്ടാകുന്ന വഴക്കൊക്കെ ഒഴിവാക്കുക. ധനം വളരെ സമൃദ്ധിയായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ചില ശത്രു സ്വഭാവമുള്ളവർക്ക് നിങ്ങളെ പല രീതിയിലും ഊമക്കത്തുകൾ അയച്ചോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങളുടെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. രഹസ്യങ്ങളും ശീലങ്ങളും ആരുമായി നിങ്ങൾ പങ്കുവയ്ക്കാതിരിക്കുക. വളരെ സ്വകാര്യതയോടെ സൂക്ഷിച്ചില്ലെങ്കിൽ ചൂഷണം, ഭീഷണി എന്നിവ വരാനുള്ള സാധ്യത കാണുന്നു. ചതിവിൽപ്പെടാതെ സ്വയം സൂക്ഷിക്കുക. ശ്രീ ഭദ്രകാളി ദേവിയെയും കാലഭൈരവ സ്വാമിയെയും ശ്രീ വീരഭദ്രസ്വാമിയെയും ശ്രീ മഹാകരിങ്കാല സ്വാമിയെയും ഇവരിൽ ആരെങ്കിലും നിങ്ങളെ ശരണം പ്രാപിച്ച് പൂജിക്കുക. നിങ്ങളെല്ലാത്തിൽ നിന്നും രക്ഷിക്കുന്നതാണ്. എല്ലാവിധ ചതി, വഞ്ചന, ചൂഷണം, ഭീഷണി ഇവകളിൽ നിന്നും, അപമാനം, മാനഹാനി ഇവകളിൽ നിന്നും ഈ ദേവന്മാരും ദേവിമാരും രക്ഷിച്ചുകൊള്ളും. ശ്രീ കരിങ്കാല സ്വാമിക്ക് ഉപാസേവകരായ ആൾക്കാർ, കരിങ്കാല സ്വാമിയെ ഉപാസിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ കരിങ്കാല സ്വാമിയെ പൂജ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹം പെട്ടെന്നൊന്നും ഇടങ്ങാത്ത ഒരു ദേവതയാണ് ശ്രീ കരിങ്കാല സ്വാമി എന്ന് ശ്രീ ഗുളികൻ എന്നും കരിങ്കാലൻ എന്നൊക്കെ പറയുന്ന, മാന്നി എന്നൊക്കെ പറയുന്ന ശിവാബ്ജനായ മാന്നി ഭഗവാനെ നിങ്ങൾ ശരണം പ്രാപിക്കുക. നിങ്ങൾക്ക് ഈ ആപത്തുകളൊന്നും വരാതെ അദ്ദേഹം നിങ്ങളെ കാത്തുകൊള്ളും. ഞാനിവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. 100% കൃത്യതയോടുള്ള ഫലങ്ങൾക്ക് ജ്യോതിഷ പരിശോധന ആവശ്യമാണ്. നിങ്ങൾക്ക് ഈ കുംഭമാസത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ആയുസ്സും ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കുള്ള വാസ്തുപരമായതോ ജ്യോതിഷപരമായതോ പൂജാപരമായതോ രുദ്രാക്ഷം ധരിക്കുന്നതിനോ രത്നം ധരിക്കുന്നതിനുള്ള സംശയങ്ങൾ മാറുന്നതിനോ എന്നെ ഫോണിൽ ബന്ധപ്പെടുക, അല്ലെങ്കിൽ വാട്സാപ്പിൽ ബന്ധപ്പെടുക. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ്. നന്ദി, നമസ്കാരം.